6 പതിറ്റാണ്ടായി കോട്ടയത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരാളുണ്ട്. നവജീവൻ തോമസ് എന്ന പേരിൽ അറിയപ്പെടുന്ന PU തോമസ്. ഒരു പൊതിച്ചോറിൽ തുടങ്ങിയ ഭക്ഷണ വിതരണം ഇന്ന് 5000-ലധികം പേരുടെ വയറാണ് നിറയ്ക്കുന്നത്. പുലർച്ചെ 3 മണിക്ക് തന്നെ തോമസ് ഏട്ടന്റെ നവജീവൻ ട്രസ്റ്റിലെ അടുക്കള ഉഷാറാകും. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിക്ക് മുന്നിൽ നവജീവന്റെ വണ്ടിയും ഭക്ഷണവും എത്തും. കാത്തു നിൽക്കുന്നവർക്ക് തോമസ് ഏട്ടൻ തന്നെ വിളമ്പി നൽകും. വൈകിട്ട് 4 മണിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലും തുടർന്ന് ജില്ലാ ആശുപത്രിയിലും ആയുർവേദ ആശുപത്രിയിലും ആകെ 5 ആശുപത്രികളിലായി 5000-ഓളം പേർ ഈ സ്നേഹം പങ്കിടും. കോട്ടയം ആർപ്പൂക്കര സ്വദേശിയായ PU തോമസ് എങ്ങനെ അന്യന്റെ വിശപ്പ് മാറ്റുന്ന തോമസ് ഏട്ടനായി എന്നതിൽ ഒരു കഥയുണ്ട്. ഞാൻ 1967 മെഡിക്കൽ കോളേജ് രോഗിയായി കിടന്ന കാലത്ത് ഒരു അനാഥ രോഗി കരഞ്ഞ് സങ്കടപ്പെട്ട് വിശന്നിട്ട് കരയുന്നു, സഹായിക്കാൻ ആളില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു പൊതി ചോറും കൂടെ കൊണ്ടു കൊടുത്തു. അന്ന് മുതൽ അസുഖം ഭേദമായി പോയ ഞാൻ എല്ലാ ദിവസവും ആശുപത്രിയിൽ നിന്ന് അനാഥർക്ക് ഭക്ഷണവും മറ്റു കൊച്ചു കൊച്ചു സഹായിക്കും. നമുക്ക് വിദേശ ഫണ്ടോ ഗവൺമെൻറ് ഗ്രാൻറ്റോ ഇല്ല. ഒരു ദിവസം ചോറ് കൊടുക്കണേ 1.5 ലക്ഷത്തിലേറെ രൂപ വേണം. നാട്ടുകാരായ നല്ല മനുഷ്യർ, ഇവിടെ പഠിച്ചു പോയവര്, നഴ്സുമാർ, നിരവധി ഡോക്ടർമാർ ഒക്കെ സഹായിക്കുന്നു. ആശുപത്രിയിലേക്ക് എത്തുന്ന സാധാരണക്കാരന് ഈ കിട്ടുന്ന ഭക്ഷണം അമൃതാണ്. ഇവിടെ കിട്ടുന്നത് ഭയങ്കര പുണ്യമാണ് കേട്ടോ. വലിയ അനുഗ്രഹമാണ്. എത്രയോ പേർക്കാണ് കിട്ടുന്നത്. ഒരു നേരത്തെ ആഹാരമാണേലും 2 നേരം കൂടെ തരുന്നുണ്ടല്ലോ, അതന്നെ ദൈവാനുഗ്രഹം. ആശുപത്രികളിൽ സംഘടനകളുടെ ഭക്ഷണ വിതരണത്തിന് സർക്കാർ നിയന്ത്രണം കൊണ്ടുവരാൻ നീക്കം നടത്തുമ്പോൾ തോമസ് ഏട്ടന്റെ മറുപടി ഇങ്ങനെയാണ്. ഭക്ഷണ വിതരണം ജനങ്ങൾക്ക് അതൊരു ഉപകാരമായിരിക്കും. പിന്നെ സർക്കാരിൻ്റെ തീരുമാനം എന്താണോ നമ്മളതിനെ പാലിക്കുകയും ചെയ്യും. കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കത്തില്ല. എന്തായാലും സർക്കാരിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്കും പറയാനുണ്ട്. സർക്കാരിനോടെ ഇത് നിർത്തരുന്ന് പറയണം. എന്തുമാത്രം ജനങ്ങളാകുന്ന ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അത് നിർത്തിയാൽ എന്തേറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നേ. അത് പറഞ്ഞാക്കാൻ പ്രത്യേകം പറയണം, സർക്കാർ നിർത്തരുതെന്ന്. വിളമ്പി നൽകുന്നത് നന്മയാണ്, അതിൽ തടസ്സം വരാതിരിക്കട്ടെ. വിശക്കുന്നവൻ അന്നം നൽകുന്നവൻ ദൈവമാണ്. തോമസ് ഏട്ടൻ കോടിക്കണക്കിന് മനുഷ്യരുടെ ദൈവമാണ്. സ്നേഹം വിളമ്പി നൽകുന്ന ദൈവം. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്. ഇവരൊന്നും PR വർക്ക് ചെയ്ത് ഇവരുടെ അന്നദാനത്തെപ്പറ്റി പുണ്യവൽക്കരിക്കുന്ന മനുഷ്യരല്ല. നിശബ്ദമായി ഓരോ മനുഷ്യരും നന്മ വിളമ്പി കൊടുക്കുന്ന മനുഷ്യരാണ്. ഈ നന്മ വിളമ്പി കൊടുക്കുന്ന മനുഷ്യരെ സംരക്ഷിക്കേണ്ടതും ആ നന്മ ലഭ്യമാകുന്ന മനുഷ്യർക്ക് അത് തുടർന്നും ലഭ്യമാകട്ടെ എന്ന് സംരക്ഷിക്കേണ്ടതും നമ്മുടെ സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്വമാണെന്ന് കരുതുന്നു.